മക്കളെ, മെട്രിക്സസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നാളെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരു കുട്ടി പോലും എക്സാമിന് നാളെ പോകാൻ പാടില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത 95% ആണ്. 95% ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് വന്നിരിക്കും. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കുക. കൺസ്ട്രക്ട് എ 2x2 matrix A is equal to matrix Aij whose elements are given by Aij is equal to 2i minus j. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. നമുക്ക് എ എന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം. മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാ? 2/2 ആണ്. 2/2 ആണ് മെട്രിക്സിൻ്റെ ഓർഡർ. ഓക്കെ, ശ്രദ്ധിക്കുക. 2/2 മെട്രിക്സ് ആണെങ്കിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? A11 ഉണ്ടാവും, A12 ഉണ്ടാവും, A21 ഉണ്ടാവും, A22 ഉണ്ടാവും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ മെട്രിക്സ് വരേണ്ടത് അല്ലേ? എന്ന് പറഞ്ഞ മെട്രിക്സ് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കണ്ടുപിടിക്കാം. Aij എങ്ങനെയാണ് വരിക തന്നിട്ടുണ്ട്? 2i minus j ആണ്. അപ്പോൾ A11 A11 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ശ്രദ്ധിക്കുക, Aij എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. ജെൻ്റെ പൊസിഷനിൽ ഇവിടെ ഉള്ളത് 1 ആണ്. സോ അതിൻ്റെ ജെൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 2 × i 2 × 1 2 മൈനസ് j 1. 2 - 1 എത്ര കിട്ടി? 1 കിട്ടി. ഇനി A12 അതിൻ്റെ പൊസിഷനിൽ ഇവിടെ എത്രയുള്ളത്? ഫസ്റ്റ് i ആ, അതിൻ്റെ പൊസിഷനിൽ ഇവിടെ ഉള്ളത് 1 ആണ്. സെക്കൻഡ് j ആ, ജെൻ്റെ പൊസിഷനിൽ ഇവിടെ ഉള്ളത് എന്താ? 2 ആണ്. സോ എന്ത് വരും? 2i 2 × 1 2 മൈനസ് j 2 എത്ര കിട്ടി? 0 എന്ന് കിട്ടി. 0 A12 0 എന്ന് കിട്ടി. ഇനി അടുത്തത് A21 എന്താ കിട്ടുക? A21 2i minus j. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 2 ആണ്, ജെൻ്റെ സ്ഥാനത്ത് 1 ആണുള്ളത്. സോ 2 × 2 4 മൈനസ് 1 3 എന്ന് കിട്ടി. പിന്നെ A22 കണ്ടുപിടിക്കാം. A22 എന്താ വരിക? 2 × i minus j 2 × 2 4 മൈനസ് j മൈനസ് 2 4 - 2 2 എന്ന് കിട്ടി. അപ്പോൾ മെട്രിക്സ് എന്താ വരിക? A will be equal to ഫസ്റ്റ് A11 1, പിന്നെ A12 0, പിന്നെ A21 3 1 0 3 2 1 0 3 2. ഓക്കെ, എ എന്നുള്ള മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി 2 മാർക്ക് അവിടെ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ മക്കളെ വളരെ സിമ്പിളാണ്. ഒന്നുമില്ല. എൻ്റെ സ്ക്വയർ അല്ലേ? എൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് എ ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ? ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ? ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഞാൻ നേരെ കട്ട് ചെയ്ത് അപ്പുറം കൊണ്ടാക്കാം, കോപ്പി ചെയ്തിട്ട്. അപ്പോൾ ഈ മെട്രിക്സ് ഇൻറ്റു അതേ മെട്രിക്സ് തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? സിമ്പിളാണ്. 1 0 ഫസ്റ്റ് റോ എടുക്കുക, അടുത്ത മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുക, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ? ഈ എലമെൻറ്റ് ഇൻറ്റു ഇത് 1 × 1 എത്ര വന്നു? 1 വന്നു. പിന്നെ 1 × 1 1 എഴുതി. പിന്നെ 0 × പ്ലസ് 0 × 3 പ്ലസ് 0 × 3 വരും. 0 × 3 എത്രയാ? 0. സോ പ്ലസ് 0 അത് അവിടെയായി. ഇനി അതേ റോനെ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് വരിക? 1 × 0 0 പ്ലസ് പിന്നെ 0 × 2 0. ഓക്കെ, ഇനി അടുത്ത റോ എടുക്കുക. ഈ റോ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3 പ്ലസ് 2 × 3 6. പിന്നെ അടുത്ത കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക അതേ റോനെ കൊണ്ട്. 3 × 0 0 പ്ലസ് 2 × 2 4. സോ എന്ത് കിട്ടി മെട്രിക്സ് നമുക്ക്? 1 + 0 1, അടുത്തത് 0 + 0 0, പിന്നെ അടുത്തത് 3 + 6 9, പിന്നെ 0 + 4 4. സോ 1 0 9 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എ സ്ക്വയർ. സോ 2 മാർക്ക് അവിടെ 4 മാർക്ക് പഠിച്ചു. 4 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്രസ് ദ മെട്രിക്സ് എ is equal to 3 6 - 1 2 as the sum of symmetric and skew symmetric matrix. സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സം ആയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രമാത്രം ആലോചിക്കുക. സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സം ആയിട്ടൊരു മെട്രിക്സിനെ എങ്ങനെ എഴുതാൻ അറിയോ? എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ എ ട്രാൻസ്പോസ് എന്താ മക്കളെ? എ എന്ന മെട്രിക്സ് ശ്രദ്ധിക്കുക. എ എന്ന മെട്രിക്സ് 3 6 - 1 2 ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താടാ? എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? 3 6 - 1 2 3 6 - 1 2 ആണ്.
ഓക്കെ, എ ട്രാൻസ്പോസ് എന്താണെന്നപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെട്രിക്സിലെ റോനെ പിടിച്ച് കോളമാക്കി എഴുതുക. റോനെ പിടിച്ച് കോളാക്കി എഴുതിയാൽ മതി. എന്താ മതി? റോനെ പിടിക്കുക, കോളാക്കുക, റോനെ പിടിക്കുക, കോളാക്കുക, റോനെ പിടിക്കുക, കോളാക്കുക. കഴിഞ്ഞു, ട്രാൻസ്പോസ് ആയി. സോ എന്ത് വരും? ഫസ്റ്റ് റോ എന്താ? 3 6. അതിന് നേരെ കുത്തനെയാക്കി എഴുത് 3 6. അടുത്ത റോ എന്താ? -1 2. അതിനെ പിടിച്ച് കുത്തനെ എഴുത് -1 2. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്പോസ് എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? എ ഇസ് ഈക്വൽ ടു എന്താണെന്നാ പറഞ്ഞത്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. എ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് അല്ലേ? നോക്കണം, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഈ രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. 3 + 3 6. പിന്നെ 6 + -1 6 - 1 അഥവാ 5. പിന്നെ -1 + 6 6 - 1 അഥവാ 5. പിന്നെ 2 + 2 4. ഓക്കെ, പ്ലസ് പിന്നെന്താ? ഹാഫ് ഇൻറ്റു എന്താ? എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക? 3 - 3 0. പിന്നെ 6 - -1 ആണേ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ 6 മൈനസ് ആ എലമെൻറ്റ് -1. 6 + 1 7 ആയിട്ട് മാറും. 7. പിന്നെ -1 - 6 -7. പിന്നെ 2 - 2 0. ഓക്കെ ആണല്ലോ. ഇനി നേരെ എഴുതുക. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഹാഫ് പുറത്തുള്ള ഹാഫ് ഓരോ മെട്രിക്സിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് മീൻസ് എല്ലാ എലിമെൻറ്റിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എനിക്കല്ലേ. 6 × 1/2 6/2 അഥവാ 3. പിന്നെ 5/2. പിന്നെ 5/2. പിന്നെ 4/2 അഥവാ 2 എന്ന് വന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത മെട്രിക്സും എങ്ങനെ? 0 × 1/2 0. പിന്നെ 7/2. പിന്നെ -7/2. പിന്നെ 0. അപ്പോൾ എ എന്ന മെട്രിക്സിനെ നമ്മൾ എങ്ങനെ എഴുതി? രണ്ട് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതി. ഈ രണ്ട് മെട്രിക്സും ഒന്ന് സിമെട്രിക് ആണ്, അടുത്ത സ്ക്യൂ സിമെട്രിക് ആണ്. നിങ്ങൾക്ക് ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇഫ് ദ മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു മെട്രിക്സ് 0 3 a ഏതാടാ? 0 3 a. ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എ എന്ന മെട്രിക്സ് ഏതാ? 0 3 a. പിന്നെയോ ബി 0 - 2. ബി 0 - 2. പിന്നെയോ 3 2 0. 3 2 0. ഈ ഒരു മെട്രിക്സ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഈ ഒരു മെട്രിക്സ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഒരു മെട്രിക്സ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന് പ്രത്യേകത എന്താ? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -a ആയിരിക്കും. ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്കറിയാം സിമെട്രിക് ആണെങ്കിലോ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. എന്നാൽ സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -a അവിടെ. അപ്പോൾ എ ട്രാൻസ്പോസ് എഴുതാം. നമ്മൾ എ ട്രാൻസ്പോസ് എഴുതാം. എ ട്രാൻസ്പോസ് മക്കളെ, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? റോനെ പിടിച്ച് കോളാക്കിയാൽ മതി. എങ്ങനെ? നമുക്കിവിടെ 3 റോ അല്ലേ? 0 3 നോക്കുക. ഇതെന്താ? ഒരു റോ ആണ്. ഇതെടുത്ത റോ. എന്ത് ചെയ്യുക? റോനെ പിടിക്കുന്നു, കോളാക്കുന്നു. ഓക്കെ, എന്താണ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? റോനെ പിടിക്കുന്നു, കോളാക്കുന്നു. മനസ്സിലായോ? മൈക്കിൾ ജാക്സനെ ആലോചിക്കുക. മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആരാ? മൈക്കിൾ ജാക്സൺ. റോനെ പിടിക്കുന്നു, കോളാക്കുന്നു. ഇത്രയേ ഉള്ളൂ. റോനെ നേരെ കോളാക്കിയാൽ മതി, ട്രാൻസ്പോസ് ആയി. സോ മക്കളെ, എ ട്രാൻസ്പോസ് എന്താ വരിക? ഈ റോനെ നേരെ പിടിച്ച് കോളാക്കി 0 3 a. അടുത്തതാരാ? ബി 0 - 2. അടുത്തതാരാ? 3 2 0. സോ എ ട്രാൻസ്പോസ് നമ്മൾ എഴുതി. എ ട്രാൻസ്പോസ് എന്താണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്?
മൈനസ് എ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. അതിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സൈനും മൈനസ് ഇട്ട് കൊടുക്കുക, എല്ലാത്തിനും മൈനസ് ഇട്ട് കൊടുക്കുക. 0ക്ക് മൈനസ് ഇട്ട് കൊടുത്താൽ 0 തന്നെ, 3ക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -3, എക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -a, ബിക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -b, 0ക്ക് മൈനസ് ഇട്ട് കൊടുത്താൽ 0 തന്നെ, -2ന് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -1 കൂടെ +i 2i, 3ക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -3, 2ക്ക് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -2, 0ക്ക് അത് തന്നെ 0 തന്നെ. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും സെയിം ആണെങ്കിൽ നമ്മളെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എയും ബിയും അല്ലേ, എയും ബിയും. ശ്രദ്ധിക്കുക, ഇവിടെ എയും ബിയും വരുന്നത് നോക്കുക. എ വരുന്നത് ഇവിടെയാണ്, ഇതാ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. എ ഇതാ ഇവിടെ വരുന്നു -a, -a എന്ന് പറഞ്ഞാൽ 3 ആണ്. എന്ത് കിട്ടിയടാ, -a എന്ന് പറഞ്ഞാൽ 3 ആണ് കിട്ടി. -a ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എ എന്താ, എ ഈക്വൽ ടു -3 കിട്ടി. ഇനി അടുത്ത് ബി നോക്കുക. ബി വരുന്ന സലേഡിയ, ബി ഇതാ ഇവിടെ വരുന്നുണ്ട് അല്ലേ, ഇവിടെ വരുന്നില്ലേ ബി, -b, അല്ലെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ മതി, ബി 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 ഈക്വൽ ടു എന്താ, -3, ബി ഈക്വൽ ടു -3 ആണ്. എ ഈക്വൽ ടു -3, ബി ഈക്വൽ ടു -3 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ട് ടോട്ടൽ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ചോദിച്ചത് കറസ്പോണ്ടിങ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ. എക്സ് ആണ്, അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ് 3 ആണ്. സോ എക്സ് 3 ആണ്. ദെൻ അടുത്തെന്താ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു അടുത്ത മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം എക്സ് പ്ലസ് വൈ എഴുതുക, അടുത്ത പേജിൽ എഴുതാം അല്ലേ. എന്തിനാണ് ഞാൻ അങ്ങനെ പിശിക്കുന്നത്, എൻ്റെ നോട്ട്ബുക്കിലെ പേജ് തീർന്നു പോകുന്നില്ലല്ലോ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താടാ, 7825. ഓക്കെ, അത് എഴുതി. പിന്നെയോ എക്സ് മൈനസ് വൈ എന്താ, 3003. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്, ഇതിൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. സിമ്പിൾ ആടാ. രണ്ട് ഇക്വേഷനും കൂടെ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ആദ്യം LHS ആഡ് ചെയ്യുക. എക്സ് പ്ലസ് എക്സ് 2x വന്നു. പിന്നെ വൈ പ്ലസ് മൈനസ് വൈ മൈനസ് വൈ എന്ന് വരും, അത് 0 ആയിപ്പോയി. സോ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അത് എഴുതുന്നില്ല. പിന്നെ എന്ത് ചെയ്യുക, RHS ആഡ് ചെയ്യാം. RHS ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ RHS ഉള്ള രണ്ട് മെട്രിക്സാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വിടും, 7 + 3 10, പിന്നെ 8 + 0 8, പിന്നെ 2 + 0 2, പിന്നെ 5 + 3 8 ആഡ് ചെയ്തു. ഓക്കെ, 2x കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ വരിക, മക്കളെ 2x ഇതാണെങ്കിൽ എക്സ് എന്താ വരിക, ഇത് 2x അപ്പോൾ എക്സ് എന്താ വരിക, ഇതിൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. സോ 5414 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ. സോ മക്കളെ എക്സ് എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ എങ്ങനെയാണ് കിട്ടുക, വളരെ സിമ്പിളാടാ. എക്സ് പ്ലസ് വൈ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക, സി എക്സ് പ്ലസ് വൈ ഇതാണെങ്കിൽ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ മെട്രിക്സാണ്. അങ്ങനെയാണെങ്കിൽ വൈ മാത്രം എന്താ വരിക, ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താ വരിക, 7825. അവിടെ ഓൾറെഡി ആ മെട്രിക്സ് ഉണ്ടല്ലോ. അപ്പം എക്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി, -x ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, വൈ കിട്ടും. അപ്പോൾ വൈ എന്താ മക്കളെ വരിക, വൈ ഈസ് ഈക്വൽ ടു ആ മെട്രിക്സ് എന്താ 7825. അതിൽ എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം, -x സബ്സ്ട്രാക്ട് ചെയ്യണം. എക്സ് എന്താണ് നമുക്ക് കിട്ടിയത്, 5414. അത് സബ്സ്ട്രാക്ട് ചെയ്യാം. എത്ര കിട്ടൂടാ, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്തേ. 7 - 5 2, 8 - 4 ഇതാ 8 - 4 4, 2 - 1 1, പിന്നെ 5 - 4 1. സോ 2411 എന്ന് കിട്ടി വൈ. അതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താ, 2x + y കണ്ടുപിടിക്കണം. സിമ്പിളാണ്, 2x + y കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഒന്നുമില്ല, നിങ്ങൾ ആദ്യം 2x എഴുതുക. 2x എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് എന്ന മെട്രിക്സിൽ ഓരോ എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 5 10, അപ്പോൾ 10 2 4 8 10 8 10 8, പിന്നെയോ ഒരു 2 2 2 4 8 2ഉം 8ഉം 2 8 എന്ന് വന്നു. പിന്നെ പ്ലസ് വൈ എന്താ, ഇതാണ് വൈ 2411. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 10 + 2 12, പിന്നെ 8 + 4 12, പിന്നെ 2 + 1 3
പിന്നെ 8 + 1 9. സോ 12 12 12 12 3 9 നമുക്ക് ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? സോ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നാളെ ഒരു കുട്ടി പോലും എക്സാമിന് പോകാൻ പാടില്ല.